ആദ്യം ശ്രീ KJ ജേക്കബ്, വിഴിഞ്ഞത്ത് സെറ്റിൽമെന്റ് ഉണ്ടായോ? കാരണം ഇതൊരു വലിയ വിവാദം, കേരളത്തെ പിടിച്ചു കുലുക്കാൻ പോകുന്ന ഒരു വിവാദം എന്ന നിലയ്ക്ക് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നതാണ്. ആ കാര്യത്തിൽ സ്വാഭാവികമായും നമ്മൾ ഇത്രയും കാലം കണ്ട പാർട്ടിക്ക് രണ്ടഭിപ്രായം ഉണ്ടാകാൻ പാടില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഒരു ഏകാഭിപ്രായമില്ല എന്നത് മാത്രമല്ല, പാർട്ടി നിലപാട് എന്ത് എന്നതിൽ തന്നെ മുതിർന്ന നേതാക്കൾക്ക് അവ്യക്തതയുണ്ട്. ഉണ്ട്, അതാണ് അതിനകത്തെ വസ്തുത. മുതിർന്ന നേതാക്കന്മാർക്ക് മാത്രമല്ല, പാർട്ടിക്ക് തന്നെ അവ്യക്തതയുണ്ട്. അതിൻ്റെ ഡേ 1 തുടങ്ങി നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ദിവസം ദേശാഭിമാനിയും അത് വലിയ നിക്ഷേപമാണ് എന്ന് പറഞ്ഞു വന്നു. പിറ്റേ ദിവസം അത് വാർത്ത മുക്കി. പിന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ വക അതിൽ ആശങ്കയുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം പാർട്ടി സെക്രട്ടറി പറഞ്ഞു ഇത് കരാർ റദ്ദാക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് പല നേതാക്കന്മാർ പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇത് ആകാശത്തുകൂടി പോയ വള്ളി CPM ഏണി വെച്ച് പിടിച്ചതാണ്. ഇതിൻ്റെ അകത്ത് സത്യത്തിൽ 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, CPM പറയേണ്ട കാര്യം പറഞ്ഞില്ല. 2, പറയാൻ പാടില്ലാത്ത കാര്യം പറഞ്ഞു. ഇതിൻ്റെ ഗുണം ഒന്ന്, ഇപ്പോൾ ഈ പറയുന്നത് പോലെ നമ്മളൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യുന്നു. ഇന്നലെ ഞാനൊരു ചർച്ചയിലുണ്ടായിരുന്നു. CPMലെ പ്രശ്നങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചർച്ച ചെയ്യേണ്ടത് എന്താണ്? ചർച്ച ചെയ്യേണ്ടത് വിഴിഞ്ഞം എന്ന് പറയുന്ന കേരളത്തിലെ സ്വപ്ന പദ്ധതി എന്ന് പറയുന്ന പദ്ധതി ഒരു അന്താരാഷ്ട്ര കുത്തകയുടെ കയ്യിലേക്ക് പോവുകയാണ്. അത് വെറും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, ലോകം മുഴുവൻ പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കുമ്പം അതിൻ്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ഒരു ക്രിട്ടിക്കൽ തീരുമാനം സംസ്ഥാന ഗവൺമെൻറ് എടുക്കേണ്ടതുണ്ട്. ആ തീരുമാനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനോ മുഖ്യമന്ത്രിക്കോ ഒരു മറുപടി പറയേണ്ട ആവശ്യമില്ലാതെ വന്നു. CPMമാർ സാധാരണഗതിയിൽ CPMന് ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നു. അവരാണ് ഇത്തരം കാര്യങ്ങളിൽ, ഇത്ര പ്രധാനപ്പെട്ട കാര്യങ്ങളൊരു തീരുമാനം എടുക്കുക. അതിൽ ഒരു ക്ലാരിറ്റിയും പാർട്ടിക്കുള്ളതായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഇത് ഒരു വലിയ നിക്ഷേപമാണ് സംസ്ഥാനത്ത് വരുന്നത് എന്ന മട്ടിൽ അവതരിപ്പിച്ചപ്പം അതിനെ മനസ്സിലാക്കുന്നത് തുടങ്ങി. ഇന്നിപ്പോൾ ഈ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാർട്ടി നേതാക്കന്മാർ പറയുന്ന പലതരം അഭിപ്രായങ്ങൾ അവർ എടുക്കുമ്പം അതിൽ യാതൊരു ക്ലാരിറ്റിയും CPMന് ഇക്കാര്യത്തിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എടുക്കേണ്ട നിലപാടുകളല്ല അവരെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പർട്ടിക്കുലർ കൃത്യമായ കോണ്ടെക്സ്റ്റിൽ കേരളത്തിലെ മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ന് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇത്തരം ഒരു കരാർ സെബിയിലേക്ക് പോകുമ്പോൾ സാധാരണഗതിയിൽ മാർക്കറ്റിലുണ്ടാകുന്ന ചില അടിസ്ഥാനപരമായ ധാരണകൾ, അതിലൊന്നും ഉത്തരം പറയാൻ കോൺഗ്രസിനോ VD സതീശനോ യാതൊരു ബാധ്യതയുമില്ലാത്ത മട്ടിൽ സർക്കാരിനെയും കോൺഗ്രസിനെയും ഈ അഭിപ്രായങ്ങൾ രക്ഷപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അന്തിമ തീരുമാനം എടുക്കാൻ കഴിയുന്ന എല്ലാ വകുപ്പുകളും VD സതീശനിൽ എത്തിയത് ഒരു തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്ന് വരെ പറഞ്ഞു വെച്ചു LDF. അതൊന്ന്. രണ്ടാമത്തേത്, തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്ന, അതായത് ഫലപ്രഖ്യാപനത്തിന് തൊട്ട് മുൻപുണ്ടായ മംഗലാപുരം യാത്രയുമായി ബന്ധപ്പെട്ട വലിയ ഗൂഢാലോചനാ സിദ്ധാന്തം, അതിന് ഇപ്പോഴും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും അത് ഇതുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞു വെച്ചു LDF. മൂന്നാമത്തേത്, ദിവ്യ SIയുടെ സ്ഥലം മാറ്റം. KK ശൈലജ ടീച്ചറൊക്കെ നേരിട്ട് പറയാണ് അങ്ങനെയൊക്കെ ഉണ്ടാകും, അങ്ങനെ അത്തരം ആരോപണങ്ങൾ പാടില്ല എന്നുള്ളത് KK രാഗേഷിനെ ഉന്നയിച്ചു തന്നെ പറയുന്നു. ഇനി KK രാഗേഷ് അതിൽ എന്താണ് താല്പര്യം, എന്നെ കൊണ്ട് പറയിക്കരുത് എന്ന് പറഞ്ഞതിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ പലരും പാർട്ടിയുടെ ഓഫീസ് പണിതത്, അതായത് കണ്ണൂർ ഓഫീസ് പണിതത് അദാനിയുടെ കാശുകൊണ്ടാണ് എന്നത് വരെയുള്ള ആരോപണം കോൺഗ്രസ് നേതാക്കൾ ഫേസ്ബുക്കിലൂടെ പറയുന്നു. അത് അങ്ങ് പറഞ്ഞതുപോലെ ഇനി പുറത്തു വരാനുള്ള പലതും ഏണി വെച്ച് കയറി പിടിച്ചതുപോലെ ആയോ? ഇതിനകത്തുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഇത് നോക്കൂ, സർക്കാരിൻ്റെ മുമ്പിൽ ഒരു പ്രപ്പോസലുണ്ട്. ആ പ്രപ്പോസൽ സർക്കാർ അസസ് ചെയ്യേണ്ടത് നാഷണൽ സെക്യൂരിറ്റിയുടെയും പിന്നെ പബ്ലിക് ഇൻട്രസ്റ്റിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ഇപ്പം നിങ്ങൾ ആദ്യം പറഞ്ഞു തുടങ്ങിയെടുത്ത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ഇടതുപക്ഷം ഒരു ഗൂഢാലോചന ആരോപിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രശ്നം നിങ്ങളിപ്പോൾ ആദ്യം പറഞ്ഞതിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഇപ്പം ഈ പ്രപ്പോസൽ പരിഗണിക്കാനുള്ള എംപവേർഡ് കമ്മിറ്റി നോക്കൂ. ചീഫ് സെക്രട്ടറി, പോർട്ട് സെക്രട്ടറി, ഫിനാൻസ് സെക്രട്ടറി, ലോ സെക്രട്ടറി, ഈ 4 സെക്രട്ടറിമാരും മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. അതേസമയം നാഷണൽ സെക്യൂരിറ്റി ആംഗിളിൽ കേരളത്തിൻ്റെ കാര്യം അത് പ്രധാനമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് നോക്കേണ്ടതാണ്. സംസ്ഥാനത്ത് നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്നത് ആഭ്യന്തര വകുപ്പാണ്. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ആ പാനലില്ലല്ലോ. ആ പാനലിൽ എന്തുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ഇല്ലാത്തത്? ഈ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ് CPM ഇല്ലാതാക്കിയത്. ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് MSCയുമായിട്ടുള്ള ഒരു ഡീലല്ല. ഇത് MSCയുടെ ഒരു സബ്സിഡിയറി, അതിൻ്റെ ഒരു സബ്സിഡിയറി. ആ സബ്സിഡിയറി എന്താണ്? മുണ്ടായി ലിമിറ്റഡ് എന്ന് പറയുന്ന അതാണ് ഇപ്പോൾ വാങ്ങാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് പത്ര റിപ്പോർട്ടുകൾ കാണുന്നത്. ആ കമ്പനി ആരുടെ താല്പര്യമാണ് ലോകം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ മനുഷ്യരോട് പറയേണ്ട ഘട്ടമായിരുന്നു അത്.
അതിനെക്കുറിച്ച് പറയാൻ പറ്റാതെ CPM-ൽ ഇപ്പം ഈ പറയുന്ന പോലെ ഒരു IAS ഉദ്യോഗസ്ഥരുടെ ട്രാൻസ്ഫർ, അത് 3 വർഷമായിട്ട് അവിടെ ഇരിക്കുന്ന ഒരാളെ IAS ഉദ്യോഗസ്ഥന്മാരെ എത്ര കാലമായിട്ട് ഒരു സർക്കാരിൻ്റെ പോളിസി നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് IAS ഉദ്യോഗസ്ഥന്മാരെ വെക്കുന്നത്, അല്ലാണ്ട് IAS ഉദ്യോഗസ്ഥന്മാരുടെ പോളിസി നടപ്പാക്കാൻ വേണ്ടിയിട്ടല്ല. ഇപ്പോൾ ഇതിനകത്ത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചർച്ച ഇന്നിപ്പോൾ ഞാൻ ഇന്നൊന്നല്ല മറ്റേ ഷിബു ബേബി ജോൺ പറയുന്നത് കേട്ടു, ഈ ചർച്ച നടക്കുന്ന കാര്യം ഞങ്ങൾക്കറിയാമായിരുന്നു എത്രയൊക്കെ. അതാണ് അതിൻ്റെ സത്യം. ഈ ചർച്ച വളരെ കാലമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. LDF പറയേണ്ടിയിരുന്നത് ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇത്തരം ഒരു ഓഹരി സെയിലുമായി ഞങ്ങളുടെ മുമ്പിൽ വരാൻ വേണ്ടി അതാനിക്ക് ധൈര്യമില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറഞ്ഞു നിൽക്കാമായിരുന്നു. അതൊക്കെ പറയേണ്ടതിന് പകരം ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അതിലേക്ക് ചർച്ച കൊണ്ടുപോയി വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കുകയും ചെയ്തു. അതുകൊണ്ടും നിങ്ങൾ നേരത്തെ ഇട്ടതുപോലെ ഇത് പെട്ടോന്ന് ചോദിച്ചാൽ പെട്ടു. അത് സ്വയം കൃതാനർത്ഥമാണ്. ആ പാർട്ടിക്ക് ഇക്കാര്യത്തിൽ കൃത്യമായിട്ടൊരു നിലപാടില്ല എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓരോരുത്തരും ഓരോ വർത്തമാനം പറയുന്നു. ഇതൊക്കെ CPM-ലെ വിഭാഗീയതയിലേക്ക് കൊണ്ടുപോയി കെട്ടുന്ന ഒരു ചർച്ചയിൽ ഞാൻ ഇന്നലെ പങ്കെടുത്തിരുന്നു. അതാണ് അതിശയം. ഇതിൽ CPM-ൽ എന്തോ വലിയ പ്രശ്നമുണ്ട് എന്നുള്ള മട്ടിലേക്ക് ആ പ്രശ്നം പോയി. ഇത് ആ പാർട്ടി സാധാരണഗതിയിൽ നേരിട്ടുകൊണ്ടിരുന്ന ഒരു പ്രശ്നമല്ല. ഇത്രയും പ്രധാനപ്പെട്ട ഇതൊരു ചെറിയ കാര്യമൊന്നുമല്ല, ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2 UDF സർക്കാരും ഒരു LDF സർക്കാരും ഇൻവോൾവ് ആയിട്ടുള്ള കേരളത്തിൽ ഇന്ന് വരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു പ്രോജക്റ്റാണ്. അതിൽ വേണ്ടതുപോലെ നിലപാടെടുക്കാൻ CPM പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ ആ കാര്യം ചോദിച്ചുകൊണ്ട് ഞാൻ ഒരു ചോദ്യം കൂടി അങ്ങോട്ട് ചോദിക്കാൻ വിചാരിക്കുന്നു. മറ്റതിലേക്ക് പോകാമെന്ന് വിചാരിച്ചാണ്. സർ, പ്രതിപക്ഷ നേതാവ് സെബിക്ക് കത്തയച്ചു സർ, മുഖ്യമന്ത്രിക്ക് കത്തയച്ചു സർ. ഇതിലെല്ലാം ആരോപണങ്ങളാണുള്ളത്. ഇതിൽ നിന്ന് പിന്മാറണം എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട്. സ്വാഭാവികമായും ഒന്ന് പിണറായി വിജയൻ പറയുന്നു, 2 പ്രതിപക്ഷ നേതാവ് പറയുന്നു, പാർട്ടിക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇല്ല എന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. അവിടെയാണ് ഇന്നിപ്പോ MSc വന്നാൽ കുഴപ്പമില്ല എന്ന് നേതാക്കൾ മാധ്യമങ്ങളോട് ഡയറക്റ്റായി പറയുന്നത്. അപ്പൊ അതിനെ വിഭാഗീയത എന്ന് പറഞ്ഞില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ. ഇതിൻ്റെ അകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചർച്ചകളൊക്കെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് മാത്രം സംതൃപ്തരാകുന്നൊരു സമൂഹമായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. ഇതിലിപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ MSc അവിടെ വരുന്നതിനോട് ഞാൻ 100% യോജിപ്പാണ്. അത് വരേണ്ടതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. പാർട്ടിക്ക് വേണ്ടി പറയാൻ എനിക്ക് പറ്റില്ല, പാർട്ടി അത് ആലോചിച്ച് പറയേണ്ട കാര്യമാണ്. പക്ഷേ MSc വരണം എന്ന്, പക്ഷേ എത്രത്തോളം വരണം അവിടെയാണ് അതിനകത്തെ പ്രശ്നം. 25% വരെ സ്റ്റേക്ക് വിൽക്കാൻ വേണ്ടി അദാനിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യമില്ല. കാരണം അതിന് 25% അല്ലോ അതിൽ താഴെ എന്ന് പറഞ്ഞാൽ മൈനോറിറ്റി ഷെയർ ഹോൾഡറാണ്. അവർക്ക് ഒരു കമ്പനിയുടെ പുറത്ത് ചെലുത്താൻ പറ്റുന്ന സ്വാധീനത്തിന് വളരെ ലിമിറ്റുണ്ട്. അതേസമയം 49% എന്ന് പറഞ്ഞാൽ ഒരു ജോയിൻറ്റ് വെഞ്ചറൽ കമ്പനിയായിട്ട് മാറുകയാണ് പ്രാക്ടിക്കലി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുറമുഖത്തിൻ്റെ കൺട്രോളിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വേറൊരു വിദേശ കമ്പനിക്ക് കിട്ടുകയാണ്. 24 MSc പോലത്തെ ഒരു കമ്പനി വരണമെന്നുള്ളത് അത് വിഴിഞ്ഞം പോർട്ടിൻ്റെ വിജയത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വിഴിഞ്ഞം നമ്മുടെ വല്ലാർപാടത്ത് അങ്ങനെ ഒരു കമ്പനി ഇല്ലാതിരുന്നതാണ് വല്ലാർപാടം പിക്ക് ചെയ്യാതിരുന്നതെന്ന് ഞാനത് പല മനുഷ്യരോടും ചോദിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഷിപ്പിംഗ് പോർട്ടുമായി ബന്ധപ്പെട്ട കച്ചവടവുമായി ബന്ധപ്പെട്ട ആളോട് ചോദിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് വല്ലാർപാടത്തിൻ്റെ കാരണങ്ങൾ ഒന്ന് അതാണെന്നുള്ളതാണ്. ഇപ്പോൾ വിഴിഞ്ഞത്ത് അത്തരമൊരു കമ്പനി വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഐ വെൽക്കം ദാറ്റ്. പക്ഷേ അവർക്ക് നമ്മളിതിൻ്റെ പുറകോട്ട് പോകുമ്പം ഇവിടെ വരുന്ന കമ്പനി ഏതാണ് നമ്മൾ ചർച്ച ബാക്കി സമയത്ത് ഞാനതിനെക്കുറിച്ച് വീണ്ടും പറയാം. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. അത് ചർച്ച ചെയ്യാതെ ഇത് മുഴുവൻ കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിൽ തോറ്റ പാർട്ടിയാണ് CPM എന്ത് പറയുന്നു എന്നുള്ളത് ഡീലിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമല്ല. പറയേണ്ടത് കോൺഗ്രസും UDF-ഉം സർക്കാരും മുഖ്യമന്ത്രിയാണ്. പ്രതിപക്ഷ നേതാവും CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും പറയുന്നതിനെ കുറിച്ചാണ് പക്ഷേ നമ്മളിപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിൻ്റെ ട്രാജഡി. തീർച്ചയായും. മാത്രമല്ല ആ കാര്യങ്ങൾ ഉറക്കെ പറയാൻ CPM-ന് ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ്. പാർട്ടി സെക്രട്ടറി പറഞ്ഞതിനപ്പുറം ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ചർച്ചകളിൽ നിന്ന് പിൻവാങ്ങി നിൽക്കുന്നത്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലും ഒരു കാര്യത്തിൽ 4 അക്ഷരം മറുപടി പറയാൻ കഴിയാത്ത എന്ത് പ്രതിസന്ധിയാണ് പാർട്ടിക്കുള്ളത് എന്ന് സത്യമായി മനസ്സിലാവുന്നില്ല. അത് വിശദീകരിക്കും എന്ന് വിചാരിക്കുകയും ചെയ്തു. Debate with Madhu Saji.